അടുത്തത് സിംഹക്കൂറ് അഥവാ ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. 9ാം ഭാവത്തിലാണ് ലഗ്നപതിയായിട്ടുള്ള സൂര്യൻ്റെ അവസ്ഥ. അത് ഉച്ചത്തിലാണ്. അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യം അവർക്ക് അനുകൂലമായിട്ട് വരും. അതുകൊണ്ടുണ്ടാവുന്ന പല കീർത്തിയും സൗഖ്യവും ഒക്കെ അത് ഉണ്ടാക്കും. എന്നാൽ കേതു ലഗ്നത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് വേണ്ടത്ര ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാതെ വരും. ചില പ്രയാസങ്ങൾ, അതായത് മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവുക, പരസ്പര വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരികയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ വരും. നമ്മൾ പ്രതീക്ഷിക്കാതെ കരുതി വച്ചിരുന്ന ധനം, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതായിട്ടുള്ള ധനം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്യേണ്ടതായിട്ട് വരും. അഷ്ടമത്തിലാണ്, ധനപതി അഷ്ടമത്തിലാണ്. ആരോഗ്യപരമായിട്ട് കുറേ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. സ്ഥിരമായിട്ട് തന്നെ അത് ചിങ്ങത്തിൽ കേതു ഉള്ളതുകൊണ്ട് ആ ഒരു ആത്മസംഘർഷമുണ്ട് എന്നുള്ളത് കൊണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിനാൽ ആയതുകൊണ്ട് തന്നെ ശരീരത്തിനും സ്വസ്ഥത ലഭിക്കില്ല. ചില ചെറിയ രോഗങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. കുടുംബ ബന്ധങ്ങളിലും അത്ര അനുകൂലമല്ല. പരസ്പര ബന്ധങ്ങൾ കുറേശ്ശെ അകലുന്നതായിട്ട്, സംശയദൃഷ്ടിയോടുകൂടി നമ്മളെ മറ്റുള്ളവർ വീക്ഷിക്കുന്നതായിട്ടും ഒക്കെ തോന്നാവുന്നതാണ്. പരിഹാരമായിട്ട് സൂര്യനെ തന്നെ ഭജിക്കുക ആണ് ഏറ്റവും നല്ലത്. സൂര്യഗായത്രി ജപിക്കുക, സൂര്യന് അർഘ്യം കൊടുക്കുക മുതലായിട്ടുള്ളത് നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും ഇളനീര് കൊണ്ട് ഉള്ള അഭിഷേകവും ഒക്കെ ഗുണം ഉണ്ടാക്കും. ചില ദോഷങ്ങൾക്കൊക്കെ ശമിപ്പിക്കുകയും ചെയ്യാൻ വളരെ നല്ലതാണ്.